സമൂഹം അവിടെ തമ്പടിച്ചിരിക്കുന്നു. എന്താണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവിടുത്തെ പോലീസ് പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിനെ വരെ അത്തരം ആളുകളെ എന്തിനാണ് ഈ കുട്ടികളൊക്കെ ഇവിടെ തടിച്ചുകൂടിയതെന്ന് അറിയില്ല. ഈ രൂപത്തിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഏതോ ഒരു യൂട്യൂബിലൂടെ തന്റെ മൊബൈലും അതുപോലെ തന്നെ നെറ്റും കിട്ടിയാൽ എന്ത് തോന്നിവാസവും പറയാമെന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ പുതിയ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്റെ മൊബൈലിലൂടെ യൂട്യൂബിലൂടെ ഒരുപാട് ആളുകളെ അതിലേക്ക് ആകർഷിക്കുകയും പല പല തോന്നിവാസങ്ങളും പറഞ്ഞുകൊണ്ട് ആ ചെറിയ ചെറിയ കുട്ടികളെ വരെ അവരുടെ മസ്തിഷ്കത്തെ വളരെ മോശമായ രൂപത്തിലൂടെ കൊണ്ടുവരുന്ന ഒരു യൂട്യൂബർ അവിടെ വരുന്നുണ്ട് എന്നറിഞ്ഞത് നമുക്കെല്ലാവർക്കും അത് അറിഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രൂപത്തിൽ നമ്മുടെ പുതിയ സമൂഹം ഈ സോഷ്യൽ മീഡിയയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കൾ പോലും മാതാപിതാക്കൾ പോലും ഗുരുനാഥന്മാർ പോലും അറിയാതെ മെല്ലെ മെല്ലെ നമ്മുടെ പൂർവികരായ ആ ആളുകൾ കാണിക്കുന്ന സംസ്കാരത്തിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ വീടിന്റെ, നമ്മുടെ ബെഡ്റൂമിന്റെ അകത്തുപോലും ഇത്തരം അസാൻമാർഗികമായ അവസ്ഥകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെയുള്ള നമ്മുടെ മക്കളുടെ, നമ്മുടെ കുട്ടികളുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരൊക്കെ നന്മയുടെ മാർഗത്തിലേക്ക്, നേരിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ബോധവൽക്കരണങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ നടത്തിയിട്ട് സമൂഹത്തെ നന്മയുടെ ഭാഗത്തേക്ക്, സമൂഹത്തെ നന്മയുടെ വശത്തേക്ക് കൊണ്ടുവരാൻ നമുക്കൊക്കെ സാധിക്കണം. അതിന് ഈ രാജ്യത്തുള്ള വിവിധ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരണം.